പുതിയ നിന്റെ ജീവിതത്തിൽ ഞാനൊരു അധികപ്പറ്റാണ്. എന്നെ മറന്നേക്കും. നല്ലൊരു ഭാവി നിന്റെ മുന്നിലുണ്ട്. വലിയ ഉയരങ്ങളിലെത്താൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒപ്പം ജീവിതത്തിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാതിരിക്കാൻ എന്ന് ഉണ്ണികൃഷ്ണൻ. ഇറക്കി വിട്ടതാണെന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ ഗൗരിമോളുടെ പ്രോഗ്രാം ആയി പോയില്ല ഇന്ന്. എനിക്ക് വരാതിരിക്കാൻ പറ്റൂ. ദിവ്യേട്ടൻ വരൂ. ആ അങ്കിളെ, ഒരു കാര്യമുണ്ട്. കൃത്യസമയത്ത് തന്നെ അങ്കിൾ വന്നിരിക്കുന്നത്. എന്താടാ? വാ പറയാം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെ ആയില്ലേ അങ്കിളെ? എന്നെ പുറത്താക്കിയവനല്ലേ അവൻ. ഇപ്പൊ എന്തായി? സെൽഫ് ഗോൾ അടിച്ച് അവൻ തന്നെ പുറത്തുപോയി. ഇനി ഒരിക്കലും അവൻ ഈ പടി ചവിട്ടരുത്. അതെ, തൽക്കാല വിവരങ്ങളൊന്നും ഗൗരി അറിയണ്ട. അറിഞ്ഞാൽ ഈ പ്രോഗ്രാം നടക്കില്ല. അതൊരിക്കലും സംഭവിക്കരുത്. മനസ്സിലായോ? ഈ പിള്ളേരെ കാണാനില്ലല്ലോ. പോകാനുള്ള സമയമായി. എവിടെ പോയിരിക്കായിരുന്നു നിങ്ങള്? ഇപ്പൊ തന്നെ ലേറ്റായി. ഫംഗ്ഷൻ തുടങ്ങി കാണും. സോറി അങ്കിൾ, വഴിപാടാ കഴിഞ്ഞ വൈകി. പോറ്റി ഭയങ്കര സ്ലോ. ശരി ശരി, വേഗം ചെല്ല്, പുറപ്പെടാൻ സമയമായി. ചെല്ല്. എല്ലാവരും ഉണ്ടല്ലോ. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഒരു ഭീരുവിനെ പോലെ ഇങ്ങനെ ഒളിച്ചോടാൻ പാടില്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാണെന്ന് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിന്റെ മനസ്സിലെ പ്രയാസങ്ങൾ മുഴുവൻ ഗൗരിയോട് തുറന്നു പറഞ്ഞിട്ട് എന്ത് തീരുമാനം എടുക്കാവൂ. വന്നേ. ഇനി നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഈ കോളേജിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ഗൗരിയുടെ ഗാനം. ഇത് എനിക്കൊരു പുനർജന്മമാണ്. നിങ്ങളുടെ ഈ പ്രോത്സാഹനം എനിക്ക് വീണ്ടും ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ഇപ്പൊ ഈ ഹർഷാരവത്തോടെ നിങ്ങൾ നൽകിയ ഈ അംഗീകാരം മറ്റു പലർക്കും കൂടി അവകാശപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടു പോയ എന്റെ ശബ്ദം ഓപ്പറേഷനിലൂടെ വീണ്ടെടുക്കാൻ കാരണക്കാരനായ ഹരിയേട്ടന്, എന്നോട് ഈ ഗാനം വീണ്ടും പാടാൻ നിർബന്ധിച്ച പ്രിൻസിപ്പൽ അച്ഛന്, എന്റെ വീട്ടുകാർക്ക്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് മറ്റൊരാളോടാണ്, എന്റെ ഉണ്ണിയേട്ടനോട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രം എനിക്കിന്നിവിടെ പാടാൻ കഴിഞ്ഞത്. എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഉണ്ണിയേട്ടൻ. എന്റെ ഓപ്പറേഷനും ഈ സന്ദർഭത്തിനും വേണ്ടി എല്ലാ ആഗ്രഹങ്ങളും അദ്ദേഹം മാറ്റിവെക്കുകയായിരുന്നു. ഒരു
കുഞ്ഞിനെ വേണമെന്ന മോഹം പോലും അദ്ദേഹം എനിക്ക് വേണ്ടി ത്യജിച്ചു. ജോത്സനെ കണ്ട് സമയം നോക്കിപ്പിച്ചു. വഴിപാടുകൾ നേർന്നു, പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്നും എനിക്കൊരു പ്രേരണയായി. എന്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നത് ഒരുപക്ഷെ എന്റെ ഉണ്ണിയേട്ടനാകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരിടം വരെ പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയത്. എന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും വഴിവിളക്കായി നിന്ന് അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് മനസ്സാൽ ഞാൻ വന്ദിക്കുന്നു. സർ, ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മൈക്ക്. ശരി, പറഞ്ഞോളൂ. താങ്ക് യു. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഗൗരി വാക്കുകളിലൂടെ ഉയർത്തിപ്പറഞ്ഞ ഉണ്ണികൃഷ്ണൻ ഞാനാണ്. എന്റെ ശബ്ദം കേട്ടിട്ടാണ് നിങ്ങൾ ചിരിച്ചതെന്ന് എനിക്കറിയാം. ഒരപേക്ഷയുണ്ട്. എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കണം. ഈ ശബ്ദത്തിന്റെ കുറവുകൾ ഒരല്പനേരത്തേക്ക് നിങ്ങളൊന്ന് മറക്കണം, പ്ലീസ്. ഗൗരി എന്നെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല വാക്കിനും ഞാൻ അർഹനല്ല. ഗൗരിയുടെ ശബ്ദം തിരിച്ചു കിട്ടാനല്ല ഞാൻ നേർച്ചകൾ നേർന്നത്, തിരിച്ചു കിട്ടാതിരിക്കാനാ. എന്നെ പോലൊരു സാധാരണക്കാരന് മുന്നിൽ ഗൗരിയുടെ ഒരേ ഒരു കുറവ് സംസാരശേഷിയില്ല എന്നതായിരുന്നു. ആ കുറവ് കൂടി ഇല്ലാതായാൽ അവൾക്ക് മുന്നിൽ ഞാനൊന്നുമല്ലാതായി തീരുമെന്ന് ഭയന്നുപോയി. എന്റെ ഗൗരി എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോഴാ ഞാൻ എന്റെ ശബ്ദത്തെക്കാൾ വൈകല്യം എന്റെ മനസ്സിനായിരുന്നു. സ്കൂളിൽ ഹാജര് വിളിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി പരിഹാസ്യനായത്. മാഷും കൂട്ടുകാരും എല്ലാരും ചേർന്ന് തന്നെ. അന്നു തൊട്ട് ഞാൻ എൻ്റെ ഈ ശബ്ദത്തെ വെറുത്തു തുടങ്ങി. ആളുകൾ കൂടുന്നിടത്തു നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി. ഇങ്ങനൊരു ശബ്ദം തന്നതിന് ഈശ്വരനെ പോലും പല തവണ ഞാൻ ശപിച്ചിട്ടുണ്ട്. പക്ഷേ ഈശ്വരൻ തന്ന വരമാണ് ഈ ശബ്ദമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം ആര് കേട്ടാലും കളിയാക്കി ചിരിക്കുന്ന ഈ ശബ്ദം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യത്തെ, എൻ്റെ ഗൗരിയെ എനിക്ക് നേടിത്തന്നത്. ഈ ശബ്ദമില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഗൗരിയെ കിട്ടില്ലായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ ഇവിടെ വെച്ച് ഗൗരിയുടെ വാക്കുകളിലൂടെ മാറിക്കിട്ടിയത്. അതിലെനിക്ക് ഈശ്വരനോട് നന്ദിയുണ്ട്. എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ഇത്രയും ക്ഷമയോടെ കേട്ടിരിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങളോടും എനിക്കൊരുപാട് നന്ദിയുണ്ട്.